പഹൽഗാം ഭീകരാക്രമണത്തിൽ അന്വേഷണത്തിന് തയ്യാറെന്ന് പാക് പ്രധാനമന്ത്രി. നിഷ്പക്ഷമായ ഏത് അന്വേഷണത്തിനും തയ്യാറാണെന്ന് ഷഹബാസ് ഷെരീഫ് പറഞ്ഞു. പാകിസ്ഥാൻ സൈനിക അക്കാദമിയിൽ നടന്ന ചടങ്ങിലാണ് പാക് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. വി.എസ്. രഞ്ജിത്തും നമുക്കൊപ്പം ചേരുന്നുണ്ട്. അതേസമയം തന്നെ അതിർത്തിയിൽ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെയുണ്ടായ വെടിവയ്പിൽ സൈന്യം ശക്തമായി തിരിച്ചടിയും നൽകിയിട്ടുണ്ട്. ഏതാക്രമണവും നേരിടാൻ തയ്യാറാണെന്ന് നാവികസേനയും വ്യക്തമാക്കിയിട്ടുണ്ട്. ജോയിസ് ഡാനിയലും വി.എസ്. രഞ്ജിത്തും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം ഞാൻ വി.എസ്. രഞ്ജിത്തിലേക്ക് പോകുന്നു. വി.എസ്. രഞ്ജിത്ത്, പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ പ്രസ്താവനയെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? ആദ്യഘട്ടത്തിൽ ഇങ്ങനെയല്ല ഷഹബാസ് ഷെരീഫ് പ്രതികരിച്ചത്. പാകിസ്ഥാന്റെ മന്ത്രിസഭ പ്രതികരിച്ചത്, പ്രതിരോധ വകുപ്പ് മന്ത്രി പ്രതികരിച്ചത് ഇത് ഇന്ത്യക്കാരുടെ നാടകം എന്നാണ് പറഞ്ഞത്. ആ നിലയിൽ നിന്ന് ഇപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇപ്പോൾ മാറുകയാണോ? ഒരു ഒത്തുതീർപ്പിലേക്ക് വരികയാണോ? പാകിസ്ഥാന് കാര്യങ്ങൾ ബോധ്യമാവുകയാണോ? അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നിലപാട് ദുർബലമാക്കുകയാണോ പാകിസ്ഥാൻ? ഡോക്ടർ, പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ സമ്മർദ്ദത്തിലായിരിക്കുന്നു. പ്രത്യേകിച്ച് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിന്തുണ ഇന്ത്യക്കാണ് എന്ന് പാകിസ്ഥാൻ ഈ ഘട്ടത്തിൽ ബോധ്യപ്പെടുന്നുണ്ട്. പാകിസ്ഥാനെ പാരമ്പര്യമായി പിന്തുണയ്ക്കാറുള്ള അമേരിക്കയും ചൈനയും സൗദി അറേബ്യയും പോലും ഈ ഘട്ടത്തിൽ പാകിസ്ഥാന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പറഞ്ഞത്, ഞങ്ങളുടെ കൈവശവും ആണവായുധമുണ്ട്, അത് പ്രയോഗിക്കാൻ മടിക്കില്ല എന്ന അർത്ഥത്തിലാണ് എങ്കിൽ ഇന്ന് അത് കുറച്ചുകൂടി പ്പെടുത്തിക്കൊണ്ടാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ പ്രതികരണം വന്നിട്ടുള്ളത്. അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ അവർ നിരപരാധികളാണ് എന്ന് തെളിയിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗം കൂടിയാണ്. ഏത് നിഷ്പക്ഷമായ അന്വേഷണത്തിനും ഒരു ന്യൂട്രൽ ഇൻവെസ്റ്റിഗേഷൻ വന്നാൽ അതിനോട് പൂർണ്ണമായും സഹകരിക്കാൻ തയ്യാറാണ് എന്ന അർത്ഥത്തിലുള്ള പ്രതികരണം വരുന്നത്. അത് ഇന്ത്യയെ ബോധ്യപ്പെടുത്തുക എന്നതിനേക്കാൾ അപ്പുറത്ത് അന്താരാഷ്ട്ര സമൂഹത്തെ അവർ നിരപരാധികളാണ് എന്ന് ബോധ്യപ്പെടുത്താനുള്ള നീക്കത്തിന്റെ കൂടി ഭാഗമാണ്. പാകിസ്ഥാനെ സംബന്ധിച്ച് സിന്ധു നദീജല കരാർ റദ്ദു ചെയ്യുന്നത് അവർക്ക് സഹിക്കാനാവാത്ത, അല്ലെങ്കിൽ അവർക്ക് നേരിടാൻ പറ്റാത്തത്ര വലിയ പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ കാര്യങ്ങൾ ഒത്തുതീർപ്പിലെത്തിക്കാനും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിന്തുണ നേടിയെടുക്കാനുള്ള ഒരു നീക്കമാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഇപ്പോഴുണ്ടാവുന്നത്. ഇതിനെ നമ്മൾ കാണേണ്ടത് സമ്മർദ്ദമേറുന്നു, പാകിസ്ഥാൻ ഒരു ചർച്ചയ്ക്ക് തയ്യാറാകുന്നു എന്നാണ്. ഇതേ പാകിസ്ഥാൻ തന്നെയാണ് സിംല കരാർ അടക്കം റദ്ദു ചെയ്തുകൊണ്ടുള്ള നീക്കം നടത്തിയത്. ഇപ്പോൾ അന്തർദേശീയ സമ്മർദ്ദം പാകിസ്ഥാന് മേലുണ്ടാവുന്നു എന്ന് മാത്രമല്ല, ഇസ്രായേൽ ഗസയെ ആക്രമിച്ചത് നമ്മുടെ മുന്നിലുണ്ട്. ഇസ്രായേലിൻ്റെ മണ്ണിൽ കയറി ഹമാസ് എങ്ങനെയാണ് ആക്രമണം നടത്തിയത് എന്നതും നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം കൂടി വിലയിരുത്തിക്കൊണ്ടാണ് പാകിസ്ഥാൻ്റെ ഈ നീക്കമെന്ന് നമുക്ക് വേണമെങ്കിൽ വിലയിരുത്താം. ഉയർന്നു വരുന്ന അന്തർദേശീയ സമ്മർദ്ദം, അതേപോലെ ഇൻഡസ് ട്രീറ്റി, റിവർ ട്രീറ്റി റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭാവിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള രാജ്യത്തിനുള്ളിൽ തന്നെ കർഷകർ തങ്ങൾക്കെതിരായിട്ട് തിരിയാനുള്ള സാധ്യത പ്രധാനമന്ത്രി മുൻകൂട്ടി കാണുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വി.എസ്. രഞ്ജിത്ത്, ഡോക്ടർ, തീർച്ചയായിട്ടും പ്രധാനമന്ത്രി ഭരണകൂടം, പാകിസ്ഥാൻ ഭരണകൂടം ഇക്കാര്യം മുൻകൂട്ടി കാണുന്നുണ്ട്. ഇന്നലെ നടത്തിയ പ്രതികരണങ്ങൾ മുഴുവനും വൈകാരികമായിരുന്നുവെങ്കിൽ ഇന്ന് കാര്യങ്ങൾ കുറച്ചുകൂടി മനസ്സിലാക്കിയ ശേഷമുള്ള പ്രതികരണമാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. കാരണം ഇന്നലത്തെ പ്രതികരണം ഡോക്ടർ അരുൺ സൂചിപ്പിച്ചു. സിംല കരാർ റദ്ദു ചെയ്യുന്നു, വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് വെടിവെപ്പുണ്ടാവുന്നു. അതുപോലെ തന്നെ ഇപ്പോഴും പാകിസ്ഥാന്റെ ഭാഗത്ത് നമ്മുടെ BSF ജവാനെ വിട്ടുകൊടുത്തിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ വൈകാരികമായ പ്രതികരണം, ഖ്വാജ ആസിഫിന്റെ പ്രതികരണം ഇന്നലെ കുറച്ചുകൂടി ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്നതായിരുന്നു. ആണവായുധം കയ്യിലുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു ഭീഷണിപ്പെടുത്തുന്ന സ്വരത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ മുഴുവൻ സമ്മർദ്ദം പാകിസ്ഥാന് മേൽ വരികയും അവർ ഒരു നയതന്ത്രപരമായ സമീപനത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തിരിക്കുന്നു. ഒരു അന്താരാഷ്ട്ര രംഗത്തെ ഏത് ഏജൻസി അന്വേഷിച്ചാലും ആ അന്വേഷണത്തോട് സഹകരിക്കും എന്ന് പറയുമ്പോൾ തന്നെ പാകിസ്ഥാൻ സർക്കാർ സമ്മർദ്ദത്തിലായിരിക്കും എന്നുള്ളതാണ്. നേരത്തെ അരുൺ സൂചിപ്പിച്ച പോലെ ബാഹ്യ സമ്മർദ്ദവും ആഭ്യന്തര സമ്മർദ്ദവും പാകിസ്ഥാനുണ്ട്. ആഭ്യന്തര സമ്മർദ്ദം അവരുടെ കർഷകരുടെ ഭാഗത്തുനിന്നാണ്. പ്രത്യേകിച്ച് ഇന്നുകൂടി ഇന്ത്യയുടെ ജൽശക്തി മിഷന്റെ മന്ത്രി പറഞ്ഞിട്ടുള്ളത് ഒരു തുള്ളി വെള്ളം പാകിസ്ഥാന് കൊടുക്കില്ല എന്നാണ്. അതുമാത്രമല്ല, ഈ സിന്ധു നദീജല കരാർ റദ്ദു ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കുറിപ്പ് ഇന്ത്യ പാകിസ്ഥാന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ നയതന്ത്ര സമ്മർദ്ദവുമായി, നയതന്ത്ര അറ്റാക്കുമായി മുന്നോട്ട് പോകുന്നു. പാകിസ്ഥാന് തിരിച്ചടി ഭയപ്പെടുന്നുണ്ട്. പാകിസ്ഥാൻ ആ ഭയത്തിൽ നിന്നുള്ള ഒരു ഒത്തുതീർപ്പിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു അവസാന ശ്രമം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ നടക്കുന്നുണ്ട്. താങ്ക് യു. വി.എസ്. രഞ്ജിത്താണ് നമുക്കൊപ്പം ചേർന്നത്.